അച്ഛനും വരും. എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ട് അമ്മയോട് പോലും ഞാൻ വരണ്ടെന്നാ പറഞ്ഞത്. വാക്ക് തന്നത് ഞാനല്ലേ സത്യ? ചേച്ചിയമ്മ എല്ലാം നോക്കിക്കോളാന്നാ പറഞ്ഞിരിക്കുന്ന. എന്തെങ്കിലും ഒരു വഴി ചേച്ചിയമ്മ കാണാതിരിക്കില്ല. പപ്പി എന്താ ആലോചിക്കുന്നേ? അല്ല, എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ. സത്യാമ്മയെ വിഷ്ണുവച്ചനൊക്കെ അച്ഛന്റെ കൂടെ വേഗം വരാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ഇതിപ്പോ സമയത്തിന് ആരെയും കണ്ടില്ലല്ലോ. ഇനിയും ആരുടെയൊക്കെ പേരൻസാ വരാനുള്ളത്? ഒന്ന് എഴുന്നേറ്റ് തന്നെ. സത്യഭാമയുടെ ആരാ വരുന്നത്? അമ്മയാണോ? അമ്മ മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും അങ്ങനെയാ. അച്ഛനാ വരുന്നത്. എന്നാ വന്നിട്ടിന്ന് ഫംഗ്ഷൻ തുടങ്ങിയതുവാ. ചുമ്മാതെ അച്ഛാ, അവളുടെ അച്ഛനൊന്നും വരില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ട് പോലില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മെല്ലെ പറയടാ, ടീച്ചർ കേക്കണ്ട. പത്മിനിയോട് ആരാ വരുന്നത്? അച്ഛനും വിഷ്ണുവച്ചനും സത്യാമ്മയും എല്ലാരും വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ വരും. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് കൂടി നോക്കും, എന്നിട്ട് പരിപാടി അങ്ങ് തുടങ്ങും. ശ്രീകുട്ടിയുടെ അച്ഛനല്ലേ വരൂന്ന് പറഞ്ഞത്, എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. എന്റെ അച്ഛൻ വന്നു. ഇനി നമ്മുടെ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് മാത്രമേ വരാനുള്ളൂ. ഇനി അച്ഛൻ വരില്ലേ? അച്ഛൻ വന്നില്ലെങ്കിലും സത്യ ടെൻഷൻ ആവണ്ട കേട്ടോ. എന്റെ അച്ഛൻ വരും പപ്പി, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ ഒരു അവാർഡ് വിതരണം നടത്തുന്നത് തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാനും ഇനിയും മാർക്കുകൾ വാങ്ങി വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാനുള്ള പ്രോത്സാഹനം നൽകുവാനും കൂടിയാണ്. അതിനുവേണ്ടി തന്നെയാണ് പേരൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സന്തോഷ നിമിഷത്തില് അവരുടെ കൈകളിലേക്ക് ഈ അവാർഡ് നൽകുന്നത്. ഇത് കുട്ടികള് അവർക്ക് വേണ്ടി വാങ്ങിയതാണ്. ബുദ്ധി കൊണ്ട് നേടിയ അവരുടെ വിജയത്തില് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ രക്ഷകർത്താക്കളും കർശനമായി പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ദൈവമേ, എന്റെ അച്ഛൻ പെട്ടെന്ന് വരണേ, എന്നെ വിഷമിപ്പിക്കല്ലേ. അച്ഛൻ നാളെ വരില്ലേ? വരും. സത്യം?
സത്യഭാമ, പത്മിനി, നിങ്ങളുടെ പേരൻസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ മാഡം. ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ്. ഹായ്. ഹായ് അച്ഛൻ. അച്ഛാ. അച്ഛാ. സത്യയുടെ അച്ഛൻ. മോളെ, ഇപ്പൊ സന്തോഷായില്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷമായി അച്ഛാ. സത്യഭാമയുടെ ഗാർഡിയൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് തുടങ്ങി. പക്ഷേ പ്രധാന ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ പത്മിനിയുടെ പേരൻസ് കൂടി മാത്രമേ വരാനുള്ളൂ. ഇപ്പൊ വരും. ഇനിയിപ്പോ അത് നോക്കണ്ട, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. മോളെ, അവിടെ പോയിരുന്നു. അച്ഛൻ 1-2 ഫോൺ ചെയ്യാനുണ്ട്. ശരി അച്ഛാ. കണ്ടില്ലേ, എന്റെ അച്ഛനെ കണ്ടില്ലേ? പപ്പി, എന്റെ അച്ഛൻ വന്നു. ഹലോ മാഡം. അനു പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞ് പോയാലേ വിഷ്ണുവേട്ടൻ്റെ വാഹനം ഇതുവഴി വരാൻ പാടുള്ളൂ. ഓക്കെ മാഡം. നല്ലൊരു ഗിഫ്റ്റ് തന്നെ സത്യക്കും പപ്പയ്ക്കും കൊടുക്കണം. നീ സത്യയെ ലാളിക്കുന്നത് എനിക്കൊന്ന് കാണണം വിഷ്ണു. അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നിന്റെ മോഹവും ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ നീ കണ്ടോ. രോഹിത്തെ, നമ്മൾ ഒരുപാട് വൈകിയോ? കുറച്ച് വൈകി സത്യമേ. പപ്പി പ്രത്യേകം പറഞ്ഞതാ, വൈകിയ പപ്പിക്ക് വഴക്ക് കേൾക്കുന്നു. എന്നിട്ട് നമ്മൾ വൈകി. അത് പിന്നെ പാലത്തിന്റെ അവിടെ ഇത്രയും ബ്ലോക്ക് വരും നമ്മൾ ഓർത്തില്ലല്ലോ. ഇതാ ഞാൻ പറയുന്നത്, എവിടെ പോയാലും നേരത്തെ ഇറങ്ങണമെന്ന്. അതെങ്ങനെ? എത്ര പറഞ്ഞാലും ആ മുഹൂർത്തത്തിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തെ ആരെങ്കിലും കയറി വരും. അല്ല, അതിന് പകരമായിട്ടായിരിക്കും ഈ ബ്ലോക്ക് കിട്ടിയത്. എന്നാ ഇനി ഒന്നും നോക്കണ്ട, മാക്സിമം സ്പീഡ് കിട്ടും. ചടങ്ങ് കഴിയുന്നതിന് മുമ്പെങ്കിലും അവിടെ എത്താം. രമേട്ടൻ, വണ്ടി നിർത്ത്. ആ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വണ്ടി നിർത്ത്. എന്നിട്ട് ആ റോഡ് സൈഡിൻ്റെ അവിടെ ഒരു ബോർഡ് വെക്കണം. ആരോ ഭാഗം ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം വെക്കാൻ.
ഇനി നമുക്ക് വണ്ടി അല്പം മാറ്റിയിടാം. അല്ല, റോഡ് ക്ലോസ്ഡ് ആണല്ലോ. അവര് ദേ വരുന്നുണ്ട്. ചേട്ടാ റോഡ് ക്ലോസ്ഡ് ആണല്ലോ. എടാ ഇനി സ്കൂളിൽ സമയത്തെത്താൻ പറ്റുമോ? മാക്സിമം നോക്കാൻ സത്യമേ. ഓക്കെ, സംഗതി സക്സസ്. ആ രാമേട്ട, ആ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ബോർഡുകൾ എടുത്ത് സ്ഥലം വിടാം. ആ ശരി. ബ്രോ, ഈ വഴി കറക്റ്റ് വഴി തന്നെയാണോ? ഏരോ വെച്ചിരുന്ന വഴിയിലൂടെ ആണല്ലോ നമ്മളിപ്പോൾ പോകുന്നത്. വേറെ ഒരിടത്തേക്കും വഴി തിരിഞ്ഞിട്ടുമില്ല. എടാ ഇങ്ങനെ നാട് ചുറ്റി നടന്നാൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എൻ്റെ അമ്മ ഇങ്ങനെ ഒരു റോഡ് പണി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ഈ വഴി വന്നതല്ലേ. അതിന് നമ്മൾ വരുന്ന വഴിക്കും റോഡ് പണിയൊന്നും കണ്ടില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ ആരെങ്കിലും കൊണ്ട് ബോർഡ് വെക്കും. ഇനി സംശയിച്ച് സ്പീഡ് കുറയ്ക്കണ്ട. വണ്ടി വേഗം നേരെ തന്നെ വിട്ടോ. ചിലപ്പോ ഈ റൂട്ട് ശരിയായിരിക്കും. ആ ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഓരോ വിദ്യാലയങ്ങളിലും മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. ചിലർ കലാവാസനകളിലൂടെയും ഇനിയും മറ്റു ചിലർ കലാകായിക മത്സരങ്ങളിലുമാണ് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നത്. പഠന മികവിൽ കഴിവ് തെളിയിച്ച 7 കുട്ടികളെയാണ് നമ്മളിപ്പോ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ തുടക്കത്തിനാണ് നമ്മളിപ്പോ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടത്തിയ ക്വിസ് കോമ്പറ്റീഷനുകളിൽ മികച്ച നിലവാരമാണ് ഇവർ കാഴ്ചവെച്ചത്. ഇനി ഇവർ മത്സരിക്കുക നാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിലായിരിക്കും. സോ ഇപ്പൊ നമ്മൾ രക്ഷകർത്താക്കൾക്കൊപ്പം കൊടുക്കുന്ന ഈ അംഗീകാരം ഇവർക്ക് ഇനിയുള്ള പഠനത്തിന് പ്രചോദനമാകട്ടെ. ബ്രോ, നമ്മൾ പെട്ടു എന്ന് തോന്നുന്നേ. റോഡ് ഇവിടം വരുമല്ലോ. എടാ സ്കൂളിൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എന്തായാലും ഫംഗ്ഷൻ തുടങ്ങി കാണും. വിഷ്ണു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാടാ? വണ്ടി റിവേഴ്സ് എടുക്ക്. എന്നിട്ട് വന്ന വഴി തന്നെ പോകാം. പോകുന്ന വഴിക്ക് ആരോടെങ്കിലും വഴി ചോദിക്കാം. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നത് സത്യഭാമയെയും സത്യഭാമയുടെ ഗാർഡിയനെയുമാണ്. എടാ കൈയടിച്ചോടാ. നിന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞില്ലേ? അതിനോട് ചേർത്ത് അടിച്ചു.
എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സന്തോഷ ദിവസത്തിൽ തന്നെ ഇങ്ങനെ വരാൻ സാധിച്ചതിൽ സത്യഭാമയ്ക്കൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. സത്യഭാമയുടെ പഠന മികവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ സാധിച്ചാൽ അത് മറ്റു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രചോദനമായിരിക്കും. പ്ലീസ് സർ. നമസ്കാരം. സത്യഭാമയുടെ കാര്യങ്ങൾക്കായി ഇവിടെ വന്നിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമെല്ലാം സത്യഭാമയുടെ അമ്മയും ജില്ലാ കളക്ടറുമായ ശാലിനിയാണ്. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പഠന മികവിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇവിടുത്തെ അധ്യാപകർക്കും ശാലിനിക്കും മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ വന്നു പോകുന്ന ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചക്കാരാകാനുള്ള സ്ഥാനമേ ഉള്ളൂ. ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരമൊരുക്കിയ ബഹുമാന്യായ HM-നും ഇവിടുത്തെ അധ്യാപകർക്കും പിന്നെ പഠിച്ചു മിടുക്കരായ നമ്മുടെ കുട്ടികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി രമേശ്. അച്ഛാ, ഇതാ ഞാൻ പറയാറുള്ള രമേശ്. ഹലോ രമേശ്. നീയല്ലേ പറയാറ് എനിക്ക് അച്ഛനില്ലെന്നും ഒരിക്കലും വരില്ലെന്നും? കാണ്, കണ്ണ് തുറന്നു കാണ്, ഇതാണ് എന്റെ അച്ഛൻ. എനിക്ക് കിട്ടിയ അവാർഡാ ഈ നിൽക്കുന്ന എന്റെ അച്ഛൻ. ഇനി നീ പോയി നിന്റെ അവാർഡ് വാങ്ങിച്ചോ. രമേശും ഗാർഡിയനും അവാർഡ് വാങ്ങിക്കാനായി വേദിയിലേക്ക് വരണം. പാടമനെ. മോളെ, അച്ഛൻ അല്പം തിരക്കുണ്ട്, വാ നമുക്ക് പോവാം. പപ്പി, വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. എടാ, നമ്മുടെ വഴി ശരിയായോ? സത്യമേ, ഇനി പെട്ടെന്ന് എത്തും. പക്ഷേ ആരായിരിക്കും ബോർഡ് അവിടെ കൊണ്ടുവച്ചത്? ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ചതിവിറ്റു പോയില്ലേ. സത്യം, വിഷ്ണു അച്ഛനൊക്കെ ഇപ്പൊ വരും. അവരെ കണ്ടിട്ട് പോവാം. അവരെയൊക്കെ അച്ഛനൊന്ന് പരിചയപ്പെടണ്ടേ? അത് അവര് വരട്ടെ മോളെ, അച്ഛന് അല്പം തിരക്കുണ്ട്. പ്ലീസ് അച്ഛാ. മോളെ, അത് പിന്നെ ഒരു ദിവസം ആകാം. അച്ഛൻ അത്യാവശ്യമായിട്ട് ജോലിക്ക് കയറേണ്ട സമയം. വപ്പോ. പപ്പി, നീ പറഞ്ഞാ മതി എന്റെ അച്ഛൻ വന്ന കാര്യം. ശരി സത്യ. കയറി മോളെ. ഓ,
സോറി മോളെ, ലേറ്റ് ആയി പോയി. അല്ല എന്തായി മോളെ? ദേ സത്യയുടെ അച്ഛൻ വന്നിരുന്നു.